എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളും അതുപോലെ ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന 30 സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ സാധിക്കൂ. അപ്പോൾ ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് തിരുമ്പിപ്പാറ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഈ സിനിമയുടെ OTT റിലീസ് ഇന്നായിരുന്നു. സിംപ്ലി സൗത്തിൽ ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ആയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 6 മാസത്തിന് ശേഷം മമ്മൂട്ടിയുടെ ഒരു സിനിമ വരികയാണ്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. ബസൂക്ക 2 വർഷമായിട്ട് ഷൂട്ടിംഗ് നടക്കുകയാണ്. അടുത്ത മാസം ഫെബ്രുവരി 14 സിനിമയുടെ റിലീസ്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അടുത്തൊരു അപ്ഡേറ്റ് കാതലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെയായിരുന്നു സിനിമയുടെ OTT വരുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. മനോരമ മാക്സ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ സിനിമ വന്നിട്ടില്ല. ആമസോൺ പ്രൈമും സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ആമസോണിൽ ആദ്യം സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. നസ്ലിനാണ് സിനിമയിലെ നായകൻ. ജനുവരി 5 സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് കാതലൻ സിനിമ OTT റിലീസ് ചെയ്തേക്കാം. അടുത്തൊരു അപ്ഡേറ്റ് റെട്രോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യയുടെ അടുത്ത സിനിമയാണ് റെട്രോ. കങ്കോ സിനിമ പരാജയപ്പെട്ടതിന് ശേഷം സൂര്യയുടെ ഒരു തിരിച്ചുവരവ് തന്നെയായിരിക്കും റെട്രോ സിനിമ. ഇതിന്റെ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കാർത്തിക് സുബ്രാജിന്റെ സിനിമയാണ് റെട്രോ. അടുത്തൊരു അപ്ഡേറ്റ് അരകൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാന്റസി ത്രില്ലർ മൂവിയാണ്. മൈക്കിൾ, കാവ്യപ്രിയ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ അരകൻ എന്ന സിനിമ ആഹ വീഡിയോസിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കാളിയാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആടുജീവിത സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു കാളിയാൻ. ഈ സിനിമയുടെ പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വർഷം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് DN എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ആസ്കാർ, റായ് ലക്ഷ്മി, അന്ന റജി, അജു വർഗീസ്, റിയാസ് ഖാൻ, സ്വാസിക ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് DN എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഡിസംബറിലാണ് സിനിമയുടെ OTT പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സൈനപ്ലൈയാണ് OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി 2nd വീക്കിൽ DN എന്ന സിനിമ റിലീസിനെത്തും. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബബ്ബ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ബബ്ബ. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഗോകുലം മൂവീസാണ് സിനിമ അണിയിച്ചിരിക്കുന്നത്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ഇതിന്റെ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വർഷമാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. നിവിൻ പോളിയാണ് സിനിമയിലെ നായിക. അതുപോലെ മമിത, ഗണപതി, വിനയ് ഫോർട്ടാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ കോമഡി മൂവിയാണ്. സിനിമ വിജയിച്ചുവെങ്കിലും ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴിതാ രാമചന്ദ്ര സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ജനുവരി മാസത്തിൽ സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് രാമചന്ദ്ര സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മഹേഷ് നാരായണ സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി, മോഹൻലാലും ഒരുമിച്ചാണ് ഈ സിനിമയിൽ വരുന്നത്. നിലവിൽ അസർബൈജാനിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഇതിന്റെ ഫോട്ടോസും മറ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഉടനെ തന്നെ പ്രൊമോ വീഡിയോ പുറത്തു വരും. 2025 പകുതിയോടെ സിനിമയുടെ ഷൂട്ടിംഗ് അവസാനിക്കും. ഈ വർഷം തന്നെയായിരിക്കും സിനിമയുടെ റിലീസ്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. മഞ്ജു, ഗായത്രി, വിശാഖ്, മമ്മുക്കോയ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ഫൂട്ടേജ് എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഫൂട്ടേജ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ആയിട്ട് നോക്കിയാൽ ജനുവരി 30 സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബിലാൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അമൽ നീരദിന്റെ പുതിയ സിനിമയാണ് ബിലാല്. 2017 സിനിമ പ്രഖ്യാപിച്ചത്. ഇതുവരെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടില്ല. ആരാധകർ നിരാശയിലാണ്. ഇപ്പോഴിതാ ഈ വർഷം ബിലാൽ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അമൽ നീരദിന്റെ അടുത്ത സിനിമ ബിലാൽ ആകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ഈ വർഷം തന്നെ ബിലാല് റിലീസിനെത്തും.
അടുത്തൊരു അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. മനോരമ മാക്സ് ആണ് OTT വാങ്ങിച്ചിരിക്കുന്നത്. ഡിസംബറിൽ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ OTT റിലീസായിട്ടില്ല. ഇപ്പോഴിതാ ഈ ആഴ്ച ഓശാന എന്ന സിനിമ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസനാണ് ഓശാന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഓശാന. എന്തായാലും ഈ ആഴ്ച റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയെക്കുറിച്ചാണ്. സത്യൻ അന്തിക്കാടിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഹൃദയപൂർവ്വം. മോഹൻലാലാണ് സിനിമയിൽ നായകൻ. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ജനുവരി 25-ന് കൊച്ചിയിൽ ആരംഭിക്കും. വൃഷഭയ്ക്ക് ശേഷം മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം. ഓണത്തിനാണ് സിനിമ റിലീസിനെത്തുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പാർട്ട്നേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസൻ, കലാഭവൻ ഷാജോൺ, ദേവകി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പാർട്ട്നേഴ്സ് എന്ന സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. സൈനാപ്പിളെ ഇപ്പോൾ പാർട്ട്നേഴ്സ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി ലാസ്റ്റ് വീക്കിൽ പാർട്ട്നേഴ്സ് എന്ന സിനിമ റിലീസിനെത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 30-നായിരിക്കും പാർട്ട്നേഴ്സ് എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ദുൽഖർ സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലക്കി ഭാസ്കർ തെലുങ്കിൽ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. ദുൽഖറിന്റെ അടുത്ത തെലുങ്ക് മൂവി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആകാശമിലോ ഒക്കതാര ഇതാണ് സിനിമയുടെ പേര്. ദുൽഖറും സായ് പല്ലവിയുമാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത്. ഫെബ്രുവരി 5-ന് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇതൊരു ഫാമിലി റൊമാൻറ്റിക് മൂവിയാണ്. ഇന്ദ്രജിത്ത്, വിൻസി, ആസിഫ് അലി, സലീം കുമാർ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മാരിവിലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ജനുവരി 3 വീക്കിൽ ആമസോൺ പ്രൈമിൽ സിനിമ വരും. അടുത്തൊരു അപ്ഡേറ്റ് പിശാച് 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആൻഡ്രിയ, വിജയ് സേതുപതി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ മാർച്ചിൽ റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. മനോരമ മാക്സ് ആണ് വാതിൽ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അഞ്ജലി നായർ, വിനയ് ഫോർട്ട്, അനു സിത്താര ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് വാതിൽ സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജനുവരിയിലാണ് വാതിൽ സിനിമയുടെ OTT റിലീസ്. ജനുവരി 10-നുള്ളിൽ സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് മദ്രാസുകാരൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനികത്തിന്റെ തമിഴ് സിനിമയാണ് മദ്രാസുകാരൻ. നിഹാരിക, ഐശ്വര്യാണ് സിനിമയിൽ കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലറാണ്. ഈ ജനുവരി 10-നാണ് മദ്രാസുകാരൻ തിയേറ്റർ റിലീസിനെത്തുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഷൈൻ ടോം ചാക്കോ, മുകേഷ്, അശോകൻ, സായ് കുമാർ, സ്വാസിക, ദുർഗ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ അന്വേഷണത്തിന്റെ തുടക്കം എന്ന സിനിമയുടെ OTT സൈനാപ്പിളെ വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 2nd വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വിതാമുയർച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അജിത്തിന്റെ പുതിയ സിനിമയാണ് വിതാമുയർച്ചി. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. അജിത്തും തൃഷയുമാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ പൊങ്കലിനാണ് സിനിമ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ റിലീസ് മാറ്റിയിരിക്കുകയാണ്. ആരാധകർ വിഷമത്തിലാണ്. ഫെബ്രുവരിയിലായിരിക്കും ഇനി സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു കോമഡി മൂവിയാണ്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ട്, ദീപ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പെരുമാനി ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജനുവരി മാസത്തിൽ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സന്തോഷ് ട്രോഫി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് സന്തോഷ് ട്രോഫി. വിപിൻ ദാസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഗുരുവായൂർ അമ്പലനടൽ ടീമിന്റെ പുതിയ സിനിമയാണ് സന്തോഷ് ട്രോഫി. മാവേലിക്കരയിൽ ഈ മാസം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും. അടുത്തൊരു അപ്ഡേറ്റ്
തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ ഒരിക്കു വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമ നല്ല ഹൈപ്പോട് കൂടിയാണ് തിയേറ്ററിലെത്തിയത്. ദിലീപ്, നിത പിള്ളയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി എന്ന സിനിമ പറഞ്ഞു പോയത്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ജനുവരി മാസത്തിൽ തങ്കമണി എന്ന സിനിമ റിലീസിന് എത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് ഡൊമിനിക്. മമ്മൂട്ടി, ഗോകുൽ സുരേഷ്, ലെന ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഗൗതം മേനോൻ സിനിമയാണ് ഡൊമിനിക്. ഈ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം 23-ന് സിനിമ റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT കാത്തിരിക്കുകയാണ് ആരാധകർ. ഇതൊരു ഹൊറർ സസ്പെൻസ് മൂവിയാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അതിഥി രവി ഭാവനയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ഹണ്ട് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഇതുവരെ റിലീസായിട്ടില്ല. ഇപ്പോഴിതാ സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. ജനുവരി മാസം സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജനുവരി ലാസ്റ്റ് വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തരുൺ മൂർത്തിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് തുടരും. മോഹൻലാലാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ജനുവരി 30-നായിരിക്കും റിലീസിനെത്തുന്നത്. സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ നല്ല ഹൈപ്പുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇപ്പോൾ ലീക്കായിരിക്കുകയാണ്. HD പ്രിന്റാണ് ലീക്കായിട്ട് വന്നിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ, സിദ്ദിഖ്, ജഗദീഷ് എന്നിവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ 80 കോടി ക്ലബിൽ ഇടം പിടിച്ചു. ഉടനെ തന്നെ സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിക്കും. ഹിന്ദിയിൽ സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ആണ് ലഭിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് മാർക്കോ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി ലാസ്റ്റ് വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്, അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യവാരം. പക്ഷേ ഇനി ആരും OTTക്ക് കാത്തിരിക്കില്ല. കാരണം സിനിമയുടെ 4K പ്രിന്റാണ് ലീക്കായിരിക്കുന്നത്. മാർക്കോ സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഐഡന്റിറ്റി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തൃഷയും ടോവിനോ തോമസുമാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സിനിമ ആദ്യത്തെ ദിവസം 1 കോടി 10 ലക്ഷം രൂപ കളക്ഷൻ നേടി. 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 3 കോടി 80 ലക്ഷം കളക്ഷൻ നേടി. ഇപ്പോഴിതാ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് 6 കോടി സിനിമ നേടിയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ജോജു ജോർജിന്റെ ആദ്യത്തെ സംവിധാന സിനിമയാണ് പണി. ഇതൊരു ആക്ഷൻ സിനിമയാണ്. ജോജു ജോർജ്, സാഗർ സൂര്യ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സോണി ലിവാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിരിക്കും സിനിമയുടെ റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 10-ന് സിനിമ സോണി ലീവിൽ റിലീസുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.